നമസ്കാരം. തിരഞ്ഞുപിടുത്തം 2016 അവസാനം അതും വളരെ ഭംഗിയായി സംഭവിച്ചു. വോട്ടെടുപ്പും കഴിഞ്ഞു, വോട്ടെണ്ണലും കഴിഞ്ഞു. ജയിക്കുമെന്ന് വിചാരിച്ചവർ തോറ്റു, തോൽക്കുമെന്ന് വിചാരിച്ചവർ ജയിച്ചു. വോട്ടിംഗ് ദിവസത്തെയും അതിനുശേഷമുള്ള ഫലപ്രഖ്യാപന ദിവസത്തെയും ചില പ്രധാന സംഭവങ്ങളാണ് ഇന്ന് നാടോടി വിഷനിൽ. ഇലക്ഷൻ ദിവസം പോളിംഗ് ബൂത്തിൽ നടന്ന ചില രസകരമായ സംഭവങ്ങൾ. ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. മാവേലിക്കു ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. വീടെടുത്ത പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിലെത്താൻ നേരത്തെ അതാണ്. ഹായ് ഹലോ, എക്സ്ക്യൂസ് മീ. ഞാൻ ഗൾഫിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാണ്. കാരണം ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. പത്രോസിന്റെ മകൻ KP ജോസഫ്. KP ജോസഫ്. ID കാർഡ്. क्या? തിരിച്ചറിയ കാർഡ്. സാറേ നോക്കിയത് എന്തോ ഒരു ബന്ധികളുണ്ട്. ഈ ആള് തന്നെയാണോ? തിരിഞ്ഞതിന് ഞാനോ? എന്നിട്ട് ആഡ് ചെയ്തേ, ലുക്കോടെ കൊടുത്തേ. ഇവിടെ നോക്കാട്ടാ, അവിടെ നോക്കാൻ. അതെ, ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇത് ചിന്നി 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 അല്ല, പണിയാണ്, ഒരു പണിയാ. സാറേ, സാർ തോന്നണം. ഒരു മയത്തിൽ ചോദിച്ചിട്ടേ സ്റ്റേഷൻ ജീപ്പൊക്കെ തിരിച്ചിട്ടേക്കട്ടെ കൊണ്ടുപോകാൻ. എന്താ പേരെന്താ? ജോസഫ്. ജോസഫ്. ഇത് നീയാണോ? ഞാൻ തന്നെയാണ്. നീയാ? ഇതിനകത്ത് മുടിയില്ലല്ലോ. മുടിയില്ലാത്തതാണ് പ്രശ്നം. എന്റെ പൊന്നു സാറേ, ഇത് കണ്ട, ഇതാണ് വിഗ്. ഈ വിഗും പറ്റി ഒരു മനുഷ്യന് ഇന്ത്യൻ പൗരന് ഇവിടെ നടക്കാൻ പാടില്ലേ? മനസ്സിലാക്ക്. ഉറങ്ങിയ മനുഷ്യരെ വിളിച്ചു വരുത്തിട്ട് ഇത് നല്ല ചേർച്ചയുണ്ട്. JCB മണ്ണ് വന്ന് നിൽക്കണവരുണ്ട്. ഇല്ല, ഒന്നുമില്ല. ആയത്ത് പോട്ടല്ലേ? ഇട്ടോ? കൂട്ടക്സ് അല്ല, 5 പേരിലും ഇട്ടോ. ഇത് മൈലാഞ്ചി കല്യാണം അല്ല. പിന്നെ വോട്ട് ചെയ്യാൻ ഒരു വിരലിൽ മാത്രം ഇത് മഷി മതി. അപ്പൊ വോട്ട് ചെയ്യാൻ ഇത് മതി. അത് മതി. അപ്പൊ ശരി, പൊക്കോട്ടെ. ശരി, വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇതിപ്പോ മഷി ഇട്ടിട്ടല്ലോ. ഇനി അകത്ത് ചെല്ലി അവിടെ ചെന്ന് ചെയ്യണം. അവിടെ ചെന്നിട്ട് വോട്ട് ചെയ്യും. താങ്ക് യു. എന്താ ഇതുപോലത്തെ 4 വന്നാതേട്ടാ നമ്മളെ ഇന്നത്തെ പണി മുടക്ക് കേസ് കെട്ടാണ് അത് കംപ്ലീറ്റ്. സാറേ, നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ സാറേ, എന്റെ അമ്മേ, നിങ്ങൾ നോക്കിയേ, ഇതിന് നമ്മൾ ഏതിലാ ചെയ്യേണ്ടത്? അല്ല, ഇതേ വെച്ച് എന്തൊക്കെ കാണിക്കണത്? ഏതിലാ കുത്തണ്ടേ? അവിടെ ലൈറ്റ് കാണാം, പച്ച ചുമപ്പ്. ഇവിടെ ഉണ്ടല്ലോ, പച്ച സിഗ്നലും ഉണ്ട്, ചുവപ്പ് സിഗ്നലും ഉണ്ട്. വണ്ടി എപ്പോഴാണ്? വണ്ടിയല്ല, വോട്ടെപ്പോഴാണ് ചെയ്യേണ്ടത്? കഷ്ടം. എടോ, തന്റെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കിടക്കല്ലേ? അതിന് നേരെ ഉണ്ടാവാ കുത്തത്. എന്നിട്ട് അവിടെ പായിട്ട് കിടന്നോ? അതല്ല സാറേ, കുത്തിക്കഴിഞ്ഞ ശേഷം കുത്തിയിട്ടതിന് ശേഷം താനീട് പുറത്തേക്ക് പറ്റണം, രക്ഷപ്പെട്ട് പോ. ഇനി ആൾക്കാർ വോട്ട് ചെയ്യാറുണ്ട്. കുത്തിയിട്ടിട്ട് എന്ത് ചെയ്യണോ? ഇവിടെ ബീപ്പിന് ശബ്ദം കേട്ടാ പിന്നെ നിക്കത്തില്ല, പൊക്കോളണം. താനെന്ത്
താൻ പിയാനോ വായിച്ച് കളിക്കായിരുന്നു എന്റെ അകത്ത്. വർഷത്തിലൊരിക്കലേ ഞാൻ വരുള്ളൂ. ആരെയും പണം കിട്ടില്ല, എല്ലാവരും കുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ കാണാം. അച്ഛാ. സമയമില്ല. അതെ. ഇല്ലേ? അച്ഛോ അച്ഛാ ഇയാള് എങ്ങടെ കയറി തള്ളിക്കടിച്ചു വൃത്തിയായിട്ടവനാ ഇയാള്. അച്ഛാ കിടന്നൊക്കെ നോക്കണി എന്താണ് നോക്കി ഇങ്ങോട്ട് വന്നു. താനിവിടെ നിന്താടോ കാര്യം ചോദിക്കട്ടെ. താൻ ആരെ കിടന്ന് അന്വേഷിക്കണത്? അച്ഛനെ കണ്ട അച്ഛനെ കണ്ടോ? അച്ഛൻ വീട്ടിലുണ്ടാവും. വീട്ടിൽ പോയി നോക്ക്. വീട്ടിൽ അച്ഛനില്ലാന്ന്. വീട്ടിൽ അച്ഛനില്ലേ? ഇവിടെ പോയി. എന്റെ അച്ഛൻ 5 വർഷം മരിച്ചു പോയിട്ട്. അത് കൊള്ളാം. 5 കൊല്ലായി മരിച്ചു പോയിട്ട്. ആ മരിച്ചുപോയ അച്ഛൻ ഇവിടെ വന്നിട്ട് എന്തിനാ നോക്കണത്? രാവിലെ അച്ഛൻ ഇവിടെ ഒന്ന് വോട്ട് ചെയ്തു എന്ന് അവിടെ കവലയിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതാണ് ഞാൻ അച്ഛനെ അന്വേഷിച്ച് ഇവിടെ വന്നത്. ഞാൻ അച്ഛനെ ഇവിടെ പോകുള്ളൂ എന്തായാലും. അത് കൊള്ളാലോ. അത് എന്ത് കഷ്ടം. സാറേ ഇങ്ങ് വന്നത് ഇവിടെ കമന്ന് കിടന്ന് നോക്കണം. അങ്ങോട്ട് പോര്. സാറേ ഇത് കണ്ട ചോദിക്കും. എന്റെ അച്ഛനെ കണ്ട. അച്ഛനെ കണ്ടോന്ന് വന്നിട്ട് അച്ഛനെ കണ്ടോ? അച്ഛനെ കാണാൻ ഇറക്കിയതാ. കാണിച്ചു ചെല്ല ചെല്ല. സാറ് കാണിച്ചു. അച്ഛൻ്റെ മുകളിൽ അച്ഛാ. സാറ് കാണിച്ചു തരുമെന്ന്. കണ്ടെന്നോണേ. അച്ഛനെ കണ്ട് മൂപ്പരെയും കണ്ടു കാണും. പിന്നെ നല്ല സാറല്ലേ കൊണ്ടുപോയേക്കണേ. നമ്മളെ സ്ഥാനാർത്ഥിയാണല്ലോ. അയ്യോ അല്ല സാറ് വോട്ട് ചെയ്ത് പോയതല്ലേ? അല്ല ഞാൻ വോട്ട് ചെയ്ത അപ്പച്ചനെ കൊണ്ട് വന്നാ. എന്റെ അപ്പച്ചനാ. അപ്പച്ചാ അതെന്തേ? എന്റെ നോക്കി നോക്കി ചെറിയൊരു സഹായം മകൻ മാറ്റിട്ടി. അറിയാലോ, കാര്യങ്ങളൊക്കെ അറിയാലോ. കാരണം നമ്മൾ വേറൊരാളെ കൊണ്ട് അങ്ങനെ ചെല്ലാൻ പാടില്ലല്ലോ. നമുക്ക് സിംഗിൾ ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അത് ഞാൻ പറഞ്ഞ അപ്പച്ചന് സുഖമല്ലാത്ത അപ്പച്ചന് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതാ. അല്ല അപ്പച്ച പരസഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൂലേ? ചെയ്യാന്ന് പറയണ. അയ്യോ അത് തലയാട്ടിയതല്ല, ചെയ്യാന്ന് പറഞ്ഞല്ല. അത് പണ്ട് വെടിക്കൊട്ട് കാണാൻ പോയി എന്നിട്ടേ അന്ന് പറ്റിയതാ. അന്നോടുകൂടി ചെവിയുടെ ഒച്ചയും പോയി. മറ്റേ ഇത് കാണാനും മൊത്തത്തിൽ പോയി. മൊത്തത്തിൽ വേറെ കാര്യങ്ങളൊക്കെ. അതാണ് അതാണ്. ശരി എന്നാ പറഞ്ഞു പെട്ടെന്ന് ആയിക്കോട്ടെ. അല്ല ഒന്ന് ചെയ്തിട്ടൂടാ. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി പെട്ടെന്നാവണം. അപ്പച്ചന്റെ മോനല്ലേ? എന്റെ പേര് പറ. പേര് പോരാനല്ല പറഞ്ഞ. പോരാനല്ല പേര് ജോസുട്ടി ഒന്ന് പെട്ടെന്നാവട്ടെ. പറഞ്ഞു കൊടുക്ക്. നമുക്ക് വേറെ സാധനം ഉപയോഗിക്കാം സാറേ. പേര് നടക്കില്ല. അന്ന് പേര് ചിഹ്നം പറയാം. ചിഹ്നം പറഞ്ഞു. താളക്കൂട്ടല്ലേ അപ്പച്ച? എന്റെ ചിഹ്നം ജോസൂട്ടി ഇവിടെ കിടന്ന് മോണാക്ടി കളിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ ചിഹ്നം ഗ്യാസ് കുറ്റി. ഗ്യാസ് ഇല്ല ഇങ്ങനെ ചോന്നോണ്ട് പോകണല്ലോ. നമ്മള് ചോന്നോണ്ട് പോകണേ. എനിക്കറിയാം, പേരറിയാം. എന്നാ ഗ്യാസ് കുറ്റി പറഞ്ഞ ജോസൂട്ടി. നീ ജോസൂട്ടി ഞാൻ പറയട്ടെ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല സാറേ. സാറേ എനിക്ക് ഒരു ചെറിയ ഹെൽപ്പ് നിങ്ങളുടെ. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ കിടന്ന് മിമിക്രി മോണാക്ടിയും കളിക്കാതെ പെട്ടെന്ന് കാര്യം ചാനലുകാരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്റെ പൊന്നല്ലേ അപ്പച്ചും വന്നേ. പെട്ടെന്നാവട്ടെ. അല്ലല്ലേ ജന്മം തന്ന അപ്പനല്ലേ സാറേ, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. വോട്ട് ചെയ്യാനുള്ള കൊതിയുണ്ട്. അപ്പത്തിന്റെ മനസ്സിൽ മോഹം കണ്ടറിയാം. എന്തെങ്കിലും ചെല്ലോ അങ്ങോട്ട്. അല്ല ബാ അപ്പച്ചൻ ബാ. നോക്കി പയ്യെ പോ. അപ്പച്ചനെ ഈ ഡെസ്കൊന്ന് പിടിച്ച് നിന്നെ. മേശൊന്ന് പിടിച്ച് നിന്നെ. ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഒരു മിനിറ്റ്. ജോസൂട്ടി അകത്ത് കയറാൻ പാടില്ല. അല്ല ഞാൻ ഒന്നുമില്ല സാറേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാ. സാറേ കൈക്ക് വിറയുണ്ട് സാറേ, കൈക്ക് വിറയുണ്ട്. അതുകൊണ്ട് മനസ്സിലായി. പെട്ടെന്ന് ആവട്ടെ. പറഞ്ഞു കൊടുക്ക്. അപ്പച്ചാ എന്റെ ചിഹ്നം കണ്ടോ? എന്റെ ഗ്യാസ് കുറ്റി. എന്റെ ചിഹ്നേ ഗ്യാസ് കുറ്റി കണ്ടോ? മൂന്നാമത് ഇരിക്കുന്ന ഗ്യാസ് കുറ്റി. അതിന് കുത്തണം. കുത്തി മൂന്നാമത് ഇരിക്കുന്ന ഗ്യാസ് കുറ്റി കുത്തിക്ക്. ഈ കൈ വെല്ലോരും ചിഹ്നത്തിൽ. ഓട്ടോറിക്ഷ അല്ല. എന്താ ഇല്ല ഞാൻ ഒന്നുമില്ല. എന്റെ ചിഹ്നം ഗ്യാസ് ഊറ്റി. ഇല്ല കുത്ത്. അത് വേറെ അത് വെല്ലോരും ചിഹ്നം. എന്റെ ചിഹ്നത്തിലേക്ക് എന്റെ ചിഹ്നത്തിലേക്ക് സമയമില്ല. എന്റെ ചിഹ്നത്തെ എന്ത് കഷ്ടമാണ് നോക്കണത്. പൊളിച്ച അതാ ഞാനും പറഞ്ഞേ. കാർന്നൂരല്ലോ തന്നെ. വിഷമമുണ്ട് സാറേ, വിഷമമുണ്ട്. എന്ത് കെട്ട കളർ എന്താ കാർന്നൂർ പറയണ? ജന്മം വന്ന അന്ന് മുതൽ എനിക്ക് തലവേന സാറേ. അറിയാവോ? സാറിനറിയാവോ? എൻ്റെ 5 പിള്ളേരുണ്ട്. ഒറ്റ എണ്ണത്തിന് ഞാൻ ഇതുപോലെ എടുത്തോണ്ട് നടന്നിട്ടില്ല. ഇതിനിപ്പോൾ 1.5 കിലോമീറ്റർ ചോന്നാ ഞാൻ വോട്ട് ചെയ്യാൻ കൊണ്ടേ. എന്നിട്ടുള്ളൂ ഞാൻ 100 വട്ടം ഈ കാർന്നോട് പറഞ്ഞ എൻ്റെ ചിഹ്നം മൂന്നാമതാന്ന് പറഞ്ഞില്ല കാർന്നോനെ. എന്നിട്ട് ആ പുള്ളി കൊണ്ട് കുത്തിയ എവിടെയെന്നറിയോ?
ഒന്ന് കുത്തി എവിടെ എവിടെയാണ് കുത്തിയത്? കൊടക്കമ്പിക്ക് കുത്തിയിട്ട് കഥ തന്തേനൊക്കെ പിടിച്ച് തള്ളണ. തന്തയോ? എനിക്ക് വേണ്ട, നെറിയോട്ടൊരു തന്തന്നെ എനിക്ക് വേണ്ട. എന്ത് കഷ്ടമാണ്. കുറെ വിഷമമുണ്ട് സാറേ. എന്താണ് കിടന്ന് ഡാൻസ് ചെയ്ത് ചുണ്ടിട്ട് അനക്കിട്ട് പറയണ്ടേ? ഞാൻ കേക്ക് ഓർക്ക പറയണം. നിങ്ങളോടല്ലേ കാർന്നോരെ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ പോവാൻ ആൾക്കാര് കാർന്നോരെ നീ എനിക്ക് വേണ്ട. എന്താ കൊണ്ടുപോയതിനാ? എനിക്ക് വേണ്ട. എന്ത് പിന്നെ എന്റെ മടി കയറി സാറേ. തിരിച്ചു വരാം. തിരഞ്ഞുപിടുത്തം 2016. അവസാനം വോട്ടെണ്ണലിന്റെ വിധി നിർണയം കൂടി വന്നപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി. സിനിമാക്കാർ ഒരുപാട് മാറ്റുരച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ വർഷം. അങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയം ഏറ്റുവാങ്ങിയ ഒരു താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നമുക്കൊന്ന് കാണാം. ജഗദീഷും മുകേഷും അശോകനും ഒക്കെ പറയുന്നു റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ മുഖത്തിന് എന്തോ വ്യത്യാസമുണ്ടെന്ന്. ഉണ്ടോ? നിങ്ങൾ പറ. ഇനി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് പറ, എൻ്റെ മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതൊക്കെ പോട്ടെ, ഇനി എൻ്റെ നടപ്പിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ നോക്കിപ്പറ. നമ്മുടെ വടക്കേലെ സുരേന്ദ്രമോദി അല്ലേ? എന്ന് വന്നു സോമാലിയയിൽ നിന്ന്. ഇതെന്താ കാറിൽ ഹെലികോപ്റ്റർ ഇവിടെ? കിളി പോയല്ല. ഇലക്ഷൻ 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 ഇലക്ഷൻ. ഒരു നടന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റൊരു നടൻ റിസൾട്ട് വന്ന് തോറ്റു എന്നറിഞ്ഞപ്പോൾ ആ തോൽവി ഏറ്റുവാങ്ങിയത് ഇങ്ങനെയാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇവറ്റകളുടെ പുറകെ നടക്കുന്ന അണികളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു അണിക്ക് പറ്റിയ കെണിയാണ് അടുത്ത സ്റ്റോറി. ഹലോ ഹലോ ഹലോ. ഇല്ല വന്നില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് സംശയമില്ലാത്ത കാര്യമല്ലേ? 100% ഉറപ്പ്. പിന്നെ ഞങ്ങളിവിടെ ഒരു ടൈം പാസിന് വേണ്ടി TV കണ്ടോണ്ടിരിക്കുക. അല്ല, ഞങ്ങളെ എതിർ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പൊട്ടി താഴേക്ക് വീണത് ഞങ്ങൾ കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയില്ല കേട്ടോ. ഓക്കെ. പിന്നെ ടിവിയില് റിസൾട്ട് പറയുമ്പോ പടക്കം പൊട്ടണം, ചിങ്കാരിമേളം കൊട്ടണം. പിന്നെ ഈ കഴുത്തേൽ ഒരു ഡ്രം കെട്ടി തൂക്കിയിട്ട് കൊട്ടുന്ന സാധനത്തിന് പേരണ നാസിക് ഡോളർ. ഈ സാധനം മൊത്തം കൊട്ടിക്കോണം. എന്താ പൈസ ഞാൻ വന്നിട്ട് തരാമെന്ന് പറയണം. എല്ലാം ഒരു ഓളമായിക്കോട്ടെ. ആയിക്കോട്ടെ. സംഗതിയല്ല ഓക്കെ. പെണ്ണുമ്പിള്ള ഈ സമയത്ത് വിളിക്കും. ഹലോ, നിങ്ങൾ ഇത് എവിടെയാ മനുഷ്യൻ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ദേഷ്യം വന്നോടാ. ഞാൻ തിരക്കായിട്ട് നിൽക്കുമ്പോ വിളിക്കലേന്ന്. അതെ, അച്ഛന് വലിവ് ഭയങ്കരമായിട്ട് കൂടുതലാ. അപ്പന് വലിവാന്നോ? നന്നായിട്ട് വലിക്കട്ടെ. നന്നായിട്ട് വലിക്കുമ്പോഴല്ലേ വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളൂ. നന്നായിട്ട് മൈലേജ് കിട്ടുമ്പോഴല്ലേ വണ്ടിക്ക് വില കിട്ടുള്ളൂ. നിങ്ങളൊന്ന് വേഗം വരുമോ? വെക്കടി പോണോടെ. ഞാൻ ചൂടായിട്ട് നിൽക്കണ്ടോ? ഞാൻ ചൂടായി കഴിഞ്ഞാൽ തേപ്പൂട്ടീനെക്കാളും കട്ടാ. വെക്കടിയാണേ. ഹലോ, കട്ട് ചെയ്തു. ഇങ്ങോട്ട് വരട്ടെ. കാര്യങ്ങളെല്ലാം അതെന്നെ വർത്താനം സാറ് ചോദിക്കുന്നത്. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമയം വരെ ഞാനത് കുളവാക്കിയിട്ടുണ്ടോ? സാർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗംഭീരമാക്കിയിട്ടുണ്ട് ഞാൻ. അതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ബാലന്റേതായ ഒരു ശ്രദ്ധ വേണം. തൃച്ചമംഗലം മണ്ഡലം കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ തൃച്ചമംഗലം മണ്ഡലത്തിൽ 65% വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ PDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി KK പൊന്നൻ 1500 വോട്ടുകൾക്ക് അവിടെ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ശക്തമായ ലീഡാണ്. 1500 വോട്ടുകളുടെ ഒരു ലീഡ്.
പിന്നെ ഉണ്ടല്ലോ, പിന്നെ മറ്റവനുണ്ടല്ലോ, ആര് സാറിന് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്ന് ഒരുത്തൻ പറഞ്ഞിട്ടല്ലോ, വയനാട്ടിൽ ഒരുത്തൻ. അവൻ പൊട്ടി. അവൻ പൊട്ടിയോ? അവൻ പൊട്ടണം. അവൻ 8 നില പൊട്ടണം. പിന്നെ ഇനി വരുന്ന കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് അറിയിച്ചോളാം. 25 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. മറ്റൊരു മണ്ഡലത്തിലെ റിപ്പോർട്ട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 1382 ഞാൻ ഈ ഫ്ലക്സ് അടിച്ചതിന്റെ പൈസ മേടിക്കാൻ വേണ്ടി വന്നാ. ഫ്ലക്സ് അടിച്ചതിന്റെ ഇയാളൊന്നും വന്നേ. നേതാവ് ഇവിടെ ഇരിക്കാൻ കണ്ടില്ല, ഈ സമയത്താണ് പൈസ ചോദിക്കണേ. ഞങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളി എം എൽ എ നേതാവ്. സാറേ ഞാൻ 10-600 ഫ്ലക്സ് അടിച്ചു കഴിഞ്ഞു, 10 പൈസ കിട്ടിയിട്ടില്ല. പക്ഷേ അത് തരാന്ന് പറഞ്ഞില്ലേ, തരാം. സാറേ ഇതിനു മുമ്പാണ് ഇലക്ഷനൊക്കെ എനിക്ക് 10 പൈസ കിട്ടില്ല, അങ്ങനെ ആവുമോ ഇത്? ഇത് പാർട്ടിക്കാർ തന്നില്ലെങ്കിൽ ഞാൻ തരും, ബാലൻ തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും. സാറ് പിന്നെ ലീഡ് ചെയ്യുമോ? അത് ആ പഞ്ചായത്ത് ഞാൻ ലീഡ് പ്രതീക്ഷിച്ചതല്ല. അവിടെ അട്ടിമറി നടന്നു. അവള് വിളിക്കുന്നു. ഹലോ, എന്തേടി? എന്റെ മനുഷ്യ, നിങ്ങൾ ഇന്നെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ അരി സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. ദേ ഞാൻ ഇലക്ഷന്റെ ചൂടിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കും കേട്ടോ. അപ്പോഴാണ് അവിടെ വീട്ടിൽ ഒരു അരി വെക്കണേ അവിടെ. എന്താ പാല കാര്യം? അതോ വൈഫ് വിളിച്ചു ചോദിക്കുക, ഇലക്ഷൻ പ്രചരണത്തിന്റെ വിജയങ്ങളൊക്കെ എന്തായി എന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. ബാല, റിസൾട്ട് അറിഞ്ഞ പറഞ്ഞ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുത്. എല്ലായിടത്തും മധുര പലഹാരങ്ങൾ വരെ വിളമ്പണം. അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തു. ഞാൻ നേരിട്ട് ചെന്ന് ഏർപ്പാട് ചെയ്ത കാര്യമാണ്. എനിക്കറിയാം, ബാലന് എനിക്ക് വിശ്വാസമല്ലേ. ഹലോ, പന്തലിന്റെ അത് ഞാൻ ചെയ്ത് തരില്ലേ സാറേ? ഇത് നമ്മുടെ പാർട്ടിയുടെ എന്താണ് ഇലക്ഷൻ പ്രചരണത്തിന് 3-4 സ്ഥലത്ത് പന്തല് കിട്ടിയായിരുന്നു, അതിന്റെ പൈസയുടെ ടീമാ. അതൊക്കെ ബാലനെ ഏറ്റാ പോരെ. നേരെ. ഹലോ, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇനി പാർട്ടി തന്നില്ല എന്ന് വെച്ചോന്നിരിക്കട്ടെ, ഈ ബാലൻ തരും. ബാലൻ തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും. തൃച്ചമംഗലം മണ്ഡലത്തിലെ ഞെട്ടിപ്പിക്കുന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൃച്ചമംഗലം മണ്ഡലത്തിൽ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന തൃച്ചമംഗലം മണ്ഡലത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കേരളം ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ് തൃച്ചമംഗലം മണ്ഡലം. അവിടെ ഗുണ്ട് ചിഹ്നത്തിൽ മത്സരിച്ച PDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി KK പൊന്നൻ 5485 വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രധാന ഇനി ഏകദേശം ആരാണ് ഈ സമയത്ത് പടക്കം പൊട്ടിക്കുന്നത്? പടക്കം പൊട്ടിക്കുന്നല്ല, ചിഹ്നം ഗുണ്ടല്ലേ, നിന്ന് പൊട്ടുന്നതാ. ഈ പന്നനെ നിർത്തരുന്ന് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞതാ. പന്നനല്ല, പൊന്നൻ. തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോ സ്പെല്ലിംഗ് വരുത്താൻ നിൽക്കുന്നു. അയ്യോ, ഞാൻ പോവാ. ഫോൺ ഓഫാക്കി 2 അടിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാം. ഇനി ജയിച്ചവന്മാരുടെ ജാട കാണുമല്ലോ, അത് ഓർക്കുമ്പോഴാണ്. എന്നെ നോക്കിയിരിക്കാടാ, പോകാം. എന്റെ പൊന്നോ, എന്റെ ദൈവമേ, ഞാൻ ഇനി വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലും? ഭാഗ്യം ആരുമില്ല. പട്ടുനൂൽപ്പുഴ ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ അശരീരി? നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, അത് പിന്നെ അപ്പൊ കേട്ടില്ലല്ലേ? അല്ല, അവിടെ ഒന്ന് നിന്നെ MLA കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. നീ അങ്ങനെ കളിയാക്കാണ്ട. ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അത് പിന്നെ അതെ, വല്ലപ്പോഴും എങ്കിലും ജയിക്കുന്നവർക്ക് കൊള്ളാം. ഇതെപ്പോഴും തോക്കുന്നവർക്ക് ഇത് പറയാനുള്ള ഒരു അർഹതയില്ല. എടി, അതിന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായിപ്പോ അതിന് ഞങ്ങളുടെ കുഴപ്പമാണോ? ഓടയിലെ അഴുക്ക് വെള്ളം എടുത്ത് 2 ഗ്ലാസ്സിൽ പകർത്ത് വെച്ചിട്ട് ഇതിൽ രണ്ടിലും ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്നാ പറയും? അവിടെ നിൽക്കാം. നീ അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും അടച്ച് സംസാരിക്കരുത്. കറ തീർന്ന രാഷ്ട്രീയക്കാരനായ ചന്ദ്രൻ പിള്ളയുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കളങ്കരഹിതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാ ഞാനെന്ന് ഈ നാട്ടിലെ ഓരോ പുൽക്കൊടി തുമ്പിന് പോലും അറിയാം. അല്ലേ അച്ഛാ? കിട്ടിയതായി. എന്റെ ദൈവമേ, എന്തിനാ ഈ വയ്യാത്ത ആള് കയ്യാല് കയറാൻ പോകുന്നത്? എന്തിനാ ഈ വേണ്ടാത്ത പണി ചെയ്യുന്നേ? രാഷ്ട്രീയം പഠിപ്പിക്കാൻ പറ്റും. വൈകുന്നേരം എടുക്കാം. ഈ സാധനം പാലും കൊണ്ട് വരെ പാലല്ല
നിങ്ങളെ പേര് വിളിച്ചതാ ബാലാന്ന്. വല്ല കടക്കാരുമായിരിക്കും, നോക്കിക്കോ. അയ്യോ ബാല ബാല അവിടെ നിൽപ്പുണ്ട്. അയ്യോ അവള് പറഞ്ഞ നേരാണല്ലോ. എങ്ങനെയൊന്ന് മുങ്ങും. അങ്ങോട്ട് പോയി മരു പിടിക്കും. അങ്ങ് ദൈവമേ ഇവിടെ ഇരിക്കാം. ആരെങ്കിലും ചോദിക്കണം ബാലല്ല അച്ഛൻ്റെ ജാരസന്ധതയാണോ? ആ എല്ലാരും ഉണ്ടല്ലോ. എന്താ എല്ലാരും ഈ വഴിക്കൊക്കെ? ശരി, ഇപ്പൊ നമ്മളെ അറിയത്തില്ലല്ലേ? എന്റെ ബാല ഞാൻ 1-2 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം വന്നു ഞാൻ അവിടെ. ആ ഫ്ലക്സിന്റെ പൈസ എങ്ങനെ? ഫ്ലക്സിന്റെ ആളാണോ? ആ ഫ്ലക്സിന്റെ ആളാ. അതിന്റെ പൈസ തന്നില്ലായിരുന്നോ? ബാല കളിക്കല്ലേ, ചുമ്മാ എന്തായി കാണിക്കുന്നത്? ഇതാരാ? ഞാൻ ഈ സൗണ്ടിന്റെ ആളാ. ഓ അത് ഒറ്റ കേട്ടപ്പോ മനസ്സിലായി. സൗണ്ട് മാത്രമല്ല, പന്തലിന്റെ ആള് ഞാൻ തന്നെയാ. രണ്ടാളും ഒരാൾ തന്നെയാ? ആ അത് തന്നെ. അപ്പൊ ഇതോ? ഈ നാസിക് ഡോളും ശിങ്കാരി വേളൊക്കെ ഏൽപ്പിച്ചില്ലേ, ജയിക്കുമ്പോ കൊട്ടാൻ എന്തോ കൊട്ടോ നടന്നില്ല. എനിക്ക് ആ പൈസ എങ്കിലും ഞാൻ തരും. അതാണ് പ്രശ്നം. അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എത്ര രൂപ തരാനുണ്ടാവും? എനിക്ക് ഫ്ലക്സിന്റെ 75,000 രൂപ തരാനുണ്ട്. ബില്ല് വേണോ? എത്ര രൂപ? 75,000. 75,000 ആണോ? സൗണ്ടിന്റെ 15,000. ശബ്ദതരംഗം 10,000. 10,000 70,000. അപ്പൊ ഒരു 1,00,000 രൂപ തരാനുണ്ടല്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കണേ. എൻ്റെ നേതാവിനെ വിളിച്ചാണല്ലോ. ബോംബെയിൽ നിന്ന് ഒരു പുഷ്പം പറിക്കുന്ന ലാഭത്തോടെ ഈ പൈസ മൊത്തം നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയും. സ്വിച്ച് ഓഫ് ചെയ്തേക്ക് വന്നു. എന്റെ ബാല തോറ്റ് കഴിയുമ്പോൾ പലരും സ്വിച്ച് ഓഫും ചെയ്യും, ഫോണും എടുക്കത്തില്ല. കളിക്കാതെ പൈസ തരുന്നുണ്ട് ബാല. നിങ്ങളിങ്ങനെ വെള്ളം വെക്കലേ? ഈ ബാലനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. ആ അറിയാമോ? പൈസ തരണം. ഡേ ഈ പിച്ചിൽ വിളിച്ച അവള് കേൾക്കില്ല. മറ്റേ പിച്ചിൽ വിളിക്കാം. ഡേ ഡേ ആ അലമാരിന്ന് ഒരു കുത്ത് നോട്ടും കിടത്തേ. അപ്പച്ചാ കിട്ടുവോ? കിട്ടും കിട്ടും. അവനകത്തോട്ടല്ലേ പോയിരിക്കുന്നേ, ഇപ്പൊ തന്നെ കിട്ടും. എത്ര നാളായി ഒരു ഗ്യാസ് മേടിക്കാൻ പറഞ്ഞിട്ട്? ശ്വാസോ? ഗ്യാസ്. ഡേ ഡേ എന്നാന്ന്? ഓ ഇപ്പൊ മുള്ളിപ്പോയനല്ലേ. ഡേ ഈ ഭർത്താവിന്റെ വിഷമേ ഭാര്യയുടെ ഇങ്ങടെ വിഷമാന്നാ ഞാൻ എങ്ങാണ്ടൊക്കെ കേട്ടേക്കണതേ. അതിന് പിന്നെ വെച്ചാല് ഈ ഇലക്ഷൻ പ്രധാനമായിട്ട് കുറച്ച് പൈസയുടെ കടം വന്നായിരുന്നു. അതിന്റെ ആൾക്കാരാ പുറത്തു വന്ന് നിൽക്കണേ. അതെനിക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ അതിന് കുറച്ച് പൈസ ഒന്ന് റോൾ ചെയ്യാൻ കിട്ടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നാളെ ഞാൻ തിരിച്ചു തരും നേതാവിന്റെ അടുത്തുനിന്ന്. അധികമൊന്നുമില്ല, ഒരു 1,00,000 രൂപ കിട്ടിയായിരുന്നെങ്കിൽ കിടിക്കാൻ. 1,00,000 പോയിട്ട് 100 രൂപ എൻ്റെ കയ്യിലെടുക്കാനില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും ഞാൻ തരത്തുമില്ല. സങ്കടം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കങ്ങ് സഹിച്ചാ മതി കേട്ടോ. അപ്പൊ നീ തരില്ലല്ലേ? ഇല്ല. പക്ഷെ ഇപ്പൊ നേതാവ് തോറ്റാലും വലിയ തോൽവിയായി പോയല്ലോ ഞാൻ. കുഴപ്പമില്ല, വഴി നമുക്ക് ഉണ്ടാക്കാം. അതെ നിന്നേ ഇവിടെ. കടക്കാരെ വെളിയിൽ നിർത്തിയിട്ട് നിങ്ങൾ മുങ്ങാൻ നോക്കുക അല്ലേ? അവര് ചോദിക്കുമ്പോ ഞാൻ കുടുങ്ങിക്കോട്ടെ. ഇത്ര വർഷമായിട്ട് ഞാൻ കുടുങ്ങിയതിന് നിനക്ക് ഒരു പരാതിയില്ലേ? അതെ നിങ്ങളെ കാശ് ഇങ്ങനെ അടുക്കള വഴി മുങ്ങാൻ നോക്കുവാണേ. ഓടി വായോ. ഞാൻ നിന്റെ സ്വന്തം ഭർത്താവ്, ജാര ഭർത്താവല്ല. വിടറി. വിടത്തില്ല, അങ്ങനെ കൊള്ളത്തില്ലല്ലോ. നാടിന്റെ മക്കളുടെ വോട്ട് വിശേഷങ്ങളുടെ കഥയാണ് നമ്മൾ കണ്ടതെങ്കിൽ, നാട് വിട്ട് കാടിന്റെ മക്കളുടെ വോട്ട് വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു നേതാവിന് കിട്ടിയ അടി, അതാണ് ഈ ഇലക്ഷന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അടി. കാടുമി നാടുമെല്ലാം കാക്കും മാനത്തെ തമ്പുരാനേ, തായത്ത് കെട്ടിക്കാം നിനക്ക് താമ്പൂലം തന്നിടാം. കാടുമി നാടുമെല്ലാം കാക്കും മാനത്തെ തമ്പുരാനേ, തായത്ത് കെട്ടിക്കാം നിനക്ക് താമ്പൂലം തന്നിടാം. താലിയണിഞ്ഞവളെ തമ്പുരാനെ വേലി പിടിച്ചവളെ, താലി പിഴച്ചു പോയാൽ നമ്മുടെ നാടു മുടിഞ്ഞു പോകും. താലിയണിഞ്ഞവളെ തമ്പുരാനെ വേലി പിടിച്ചവളെ, താലി പിഴച്ചു പോയാൽ നമ്മുടെ നാടു
അയ്യോ അവിടെ ഇരിക്കാൻ പറ്റില്ല, ആദ്യം അതെടുത്ത് മാറ്റ്. ഇല്ല ലക്ഷ്മ, ഈ കുടിയിൽ ആദ്യമായിട്ട് ആരെങ്കിലും വന്നാൽ നമ്മുടെ ആചാരമാണ് അവിടെ ഇരിക്കണം. ബാബാടായത്. അയ്യോ എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കവിടെ, ഞാൻ അവിടെ ഇരുന്ന് എന്റെ നിയോജകമണ്ഡലം നിന്ന് കത്തും. നിയോജകമണ്ഡലം നിന്ന് കത്തിയാൽ എന്താ 10 റോട്ടിങ് പോരില്ല. അവര് ആചാരം തെറ്റിക്കാൻ പറ്റില്ല. ഇരിക്കവിടെ. തീക്കകത്തൊക്കെ ഞാൻ ഇരിക്കവിടെ. ആദ്യമായി ഇത്ര വലിയ ആള് നമ്മുടെ കുടിയിൽ വരണത്. കാര്യത്തിലേക്ക് കിടക്ക്. പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അന്നേരം എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നി, ഞാൻ ഇവിടെ വന്നു. അതും തോന്നിയല്ല. സന്തോഷമുണ്ട് അജ്മ. ഇവിടെ കുടിയില്ല അജ്മ, കുടിയില്ല. ഒരു കുപ്പി വെള്ളം കൊടുക്കൂ, കുടിക്കട്ടെ. അതല്ല അജ്മ, ഞങ്ങൾക്ക് വീടില്ല. പുലി ഇറങ്ങുന്ന, ആന വരുന്ന്, ഇവിടെ എങ്ങനെ കിടക്കാൻ പറ്റില്ല. ഭയങ്കര പേടി അജ്മ. പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളാണ്, നിങ്ങളുടെ ആളാണ്. എങ്ങനെ? ഇന്ന് മുതൽ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണ്ടാൽ മതി. ഞങ്ങളിൽ ഒരാളാകണമെങ്കിൽ ഞങ്ങൾ ചില ആചാരങ്ങളുണ്ട്, അത് ചെയ്യണം. ഇനിയും ആചാരമോ? വേണ്ട വേണ്ടേ, വേണ്ടേ? യശ്മ ആചാരം തുടങ്ങട്ടെ. യശ്മ നീലേ ഒരു പീല് കൊണ്ട്. ശരി. ഞാൻ നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ ആളായി. അതെന്നെ കഴിഞ്ഞില്ല, ആചാരം കഴിഞ്ഞു. ഇനിയുണ്ട് ആചാരം. വെളുപ്പന് ഇവനെ കണ്ടിട്ട് അലമ്പനാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങളിൽ ഒരാളായി കഴിഞ്ഞു. ആചാരം തീർന്നല്ലോ. അവസാനമായിട്ട് ഒരു ആചാരം കൂടെ ഉണ്ട് അച്ഛമ്മ. ഇനിയും ആചാരം ഉണ്ടോ? നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ഓരോരോ ആചാരങ്ങള്. അവൻ അത്രയ്ക്ക് മോശക്കാരനോ? അവനെ വിളിച്ചിട്ട് കൂവുന്നു നിങ്ങള്? അല്ല, വേറും കറുപ്പം പേര്. അതെന്താ അവന്റെ കയ്യില്? പഠിപ്പിച്ച കമ്പ്. ഇതെന്തിനാ നിങ്ങൾ എന്റെ കയ്യെ കയറി പിടിച്ചേക്കല്ലേ? തിരികുഞ്ഞ്. തിരികുനിയോ? തിരിഞ്ഞു നിന്ന് കുഞ്ഞിക്കാൻ പറയാം. നമ്മൾ അവരുടെ ആചാരമല്ല ഇതൊക്കെ. ഇതൊന്നും വേണ്ട വേണ്ട വേണ്ട. നമ്മളൊരാളാകണ്ടേ, ഇവരും കൂടെ ആകണ്ടേ. എന്റെ ചട്ടത്തിനാണ് പൊക്കുന്നത്. എന്റെ കയ്യെന്ന് വിടാ. ജയിച്ച MLA ആകുമ്പോ അതൊക്കെ അങ്ങ് മാറും. നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്റെ നീറുന്ന നേതാവിന്റെ നീട്ടിലവിടെ നിൽക്കട്ടെ, അവരുടെ നീട്ടിൽ മാറ്റാൻ നോക്ക്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വീടില്ലാത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വീട് ഞാൻ വെച്ചു തരും. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന നിങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ ഞാൻ അറേഞ്ച് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് തേനെടുത്ത് നാട്ടിലെത്തിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അല്ലേ? നിങ്ങളുടെ കഷ്ടപ്പാട് മാറാൻ പോവുകയാണ്. തേനെടുക്കണ്ടേ? അതല്ല, ഇനി മുതൽ നിങ്ങൾക്ക് തേനെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്.
ഇതിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ കുടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കാട്ടിലെ മുഴുവൻ തേനും ഈ മൊബൈൽ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും വിജയിച്ചില്ല, എല്ലാം കൂവിത്തള്ളുവാണല്ലോ. ഊണല്ല, അവർ സന്തോഷം കാണിക്കുന്നതാണ്. ഇത്ര ഉപകാരം ചെയ്ത യജമാന് ഞങ്ങൾ എന്തോ ചെയ്യണ്ട. നിങ്ങളൊന്നും ചെയ്യണ്ട. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്റെ ചിഹ്നമായ കുറുക്കന് തന്നെ കുത്തണം. എங்களுக்கு ഇത്രയും സഹായം ചെയ്ത യജമാൻ ഒപ്പം ഞങ്ങൾ കാണും. ഇച്ചിരി പൊള്ളിയാലെന്താ, ഞാൻ പറഞ്ഞില്ലേ, സന്തോഷമായല്ലോ. അപ്പൊ ഈ സന്തോഷവേളയിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സമ്മാനം തരികയാണ്. ഒരു ചെറിയ സമ്മാനം എടുക്കൂ. മൂപ്പ സന്തോഷം കാണിക്കണം. നോക്ക നോക്ക പൊട്ടിച്ച് അയ്യോ, നേതാവിന് എന്ത് പറ്റി? നാണോ അവരിൽ ഒരാളാണല്ലോ. അങ്ങനെ വോട്ട് വീണ് എന്തോ ഈ കുടിയിലുള്ള എല്ലാവരും യജമാനുണ്ട് കുത്തം. അത് മതിയേ. സകല ആചാരാനുഷ്ഠാനങ്ങളും അനുഭവിച്ച ആ സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തോറ്റ് തുന്നം പാടി കാട്ടിലൂടെ അലയുകയാണ്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി കളർന്ന പൊന്മാനിരുന്ന കൂട്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി കളർന്ന പൊന്മാനിരുന്ന. മംഗലപ്പാറ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി തോറ്റ് തുന്നമ്പാടി കാടുകയറി നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പോലെ 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 കാര്യങ്ങൾ ചോദിക്കട്ടെ, എങ്ങനെയാണ് താങ്കൾ തോറ്റത്? എന്റെ സുഹൃത്തെ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര വോട്ടുകൾക്കാണ് താങ്കൾ പരാജയപ്പെട്ടത്? 150. 150? വെറും 150. ഈ കാടിന്റെ മക്കളുടെ വോട്ട് തേടി നിങ്ങൾ കാട്ടിൽ വന്നിരുന്നുവെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിശ്വസിച്ചിരുന്നു. അവരെന്നെ ചതിച്ചു. ശരി, അവരെ തപ്പി ഇറങ്ങിയതാ ഞാൻ. ഓക്കെ, നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചാലോ? അവരെ നിങ്ങൾ കണ്ടോ? പിന്നെ ഞങ്ങൾ ചാനലുകാർ കണ്ടുപിടിക്കൂലേ, നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. വരൂ. എവിടെ? വരൂ 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 വരൂ. നമസ്കാരം. എരുമ എല്ലാം കൂടെ എന്നെ ചതിച്ചില്ലേ? എല്ലാരും എന്നെ വോട്ട് തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ? എല്ലാവരും പറയില്ല അച്ഛമ്മ, ഞങ്ങൾ വോട്ട് ചെയ്തു അച്ഛമ്മ. വോട്ട് ചെയ്തു. 150 വോട്ടിനാണ് ഞാൻ തോറ്റത്, അറിയാമോ? 150 വോട്ടിന്. അങ്ങനെ പറയില്ല അച്ഛമ്മ, ഞങ്ങൾ നെറിയുള്ളവരാ. ഞങ്ങൾ യജമാനക്ക് തന്നെയാ വോട്ട് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ തോറ്റു? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അച്ഛമ്മ. ഞങ്ങൾ കുടിയിലെ എല്ലാവരും യജമാൻ ജയിക്കാൻ വേണ്ടിയിട്ട് 5 വോട്ട് വെച്ച് ചെയ്ത്. 5 വോട്ട് വെച്ച്. എങ്ങനെ യജമാൻ ജയിക്കാൻ 5 വോട്ട് വെച്ചാ ഞങ്ങൾ കുടിയിലുള്ളവർ ചെയ്തത്. ഒരാൾ 5 വോട്ട് വെച്ചോ? അതെ യജമാ. കേട്ടോ? കേട്ടു. യജമാൻ വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോ ഞങ്ങൾ കുടിയിലെ എല്ലാവരും യജമാൻ ജയിക്കാൻ വേണ്ടി 10 വോട്ട് വെച്ച് ചെയ്യും. 10 വോട്ട് വെച്ച്. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇവിടെ ഓരോരുത്തരും വോട്ടില്ലാതാണ് തോക്കുന്നത്. ഇവനൊക്കെ കൂടി എന്നെ വോട്ട് ചെയ്ത് തോപ്പിച്ച് കളഞ്ഞല്ലോ. കണ്ടില്ലേ, ഒരു നേതാവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പണിയായിപ്പോയി. നമുക്ക് തിരിച്ചു വരാം. തിരഞ്ഞുപിടുത്തം 2016. വനിതാ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അവരെ എടുത്തു പൊക്കാനും സ്വീകരിക്കാനും പൊക്കിയെടുത്ത് കറക്കാനും ചില പുരുഷ അണികളുടെ ഒരു പ്രത്യേക താല്പര്യം, ഒരു ഉത്സുകത നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ദുർക്കാഴ്ചയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന കറിവേലിപ്പടി മണ്ഡലത്തിന്റെ വോട്ടിംഗ് എണ്ണൽ കേന്ദ്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി CT അമ്പിളി 3000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അണികളോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം.
നമസ്കാരം. നിങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ വൻ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിജയ സാധ്യതയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിജയ സാധ്യതയെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ ജനകീയമാണ്. പിന്നെ ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സീറ്റാണിത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണ് വിജയത്തെ മുന്നോട്ട് നയിക്കുന്നത്. എതിർ കക്ഷിയെ വളരെ നിഷ്പ്രഭമായിട്ട് പരാജയപ്പെടുത്തുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഞാനും ഇവനൊക്കെ പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ സാരഥി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജനകീയമാണ്. അപ്പോൾ അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. പിന്നെ ഒരു 3 മാസക്കാലമായിട്ട് ഞങ്ങളിങ്ങനെ പ്രവർത്തിച്ച് നടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രവർത്തന ശൈലിയും പിന്നെ പരസ്പരമുള്ള ഇപ്പോൾ കിട്ടിയ വാർത്ത, കറുവേലിപ്പടി മണ്ഡലത്തിലെ CT അമ്പിളി എന്നയാൾ KTS സ്ഥാനാർത്ഥി 4532 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. വിജയത്തെ എങ്ങനെ നോക്കി കാണുന്നു? നമ്മുടെ വിജയിച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒത്തൊരുമയുടെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയമാണ്. നമുക്ക് സ്ഥാനാർത്ഥിയെ നേരിട്ട് പരിചയപ്പെടാവുന്നതാണ്. സ്ഥാനാർത്ഥി ഈ വിജയത്തെ എങ്ങനെ നോക്കി കാണുന്നു ഒരു KTS സ്ഥാനാർത്ഥി എന്ന രീതിയിൽ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അർഹതയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം, ഞാനതിനെ അങ്ങനെ നോക്കി കാണുകയാണ്. നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. പഞ്ചായത്ത് ഇലക്ഷൻ ബീരനെ പൊക്കിയല്ലേ? 3 മാസമായി നിന്നെ പോലെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നീയല്ലേ മറ്റേ ബീരനെ പൊക്കിയത്? ഇതെനിക്ക് പൊക്കിയാണ്. ഞാൻ പറഞ്ഞ 3 മാസമായിട്ട് പണിക്ക് പോകാതെ പിന്നെ ഞാൻ 3 മാസമായിട്ട് പണിക്ക് പോകാറ്. അങ്ങനെ നീ വലിയ അളവ് ഞാൻ എടുക്കുന്നില്ല, അവൻ എടുക്കുന്നതാണ് ഇഷ്ടം. ആരും എടുക്കണ്ട, ഞാൻ നടന്നു പൊക്കോളാം. എന്തായി? മതിയായോ? തൃപ്തിയായോ? ഉത്തരത്തിൽ നിന്ന് കിട്ടിയില്ല, കഷ്ടത്തിൽ നിന്ന് പോവുകയും ചെയ്യില്ല. ഇപ്പം സന്തോഷമായില്ല ഇപ്പൊ നിനക്ക്? പീച്ചിക്കരയ്ക്ക് പോവാം. അതിനെത്ര? പീച്ചിക്കര ഗിരിജ ജയിക്കുമ്പോഴത്തേക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ വേറെ വല്ലവരും നിന്നെ പോലുള്ള അലമ്പന്മാർ കയറി എടുക്കും. അതായത് ഗിരിജനെ അറിയാൻ പാടില്ല, മറ്റേ മുടി ബോബ് ചെയ്തങ്ങനെ ആ ചുണ്ടിന് വേണ്ടി മറുപടി LC-കാരനെ ഞാനുണ്ട്. അവിടെ ഒന്ന് അലമ്പണ്ടാക്കുന്നത് പാലോള് വരെ ഞാൻ എടുക്കും. പാലോള് വരെ എടുക്കും? പഞ്ചായത്ത് വരെ ഞാൻ എടുക്കും. പഞ്ചായത്ത് വരെ എടുക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കൂടും. കൂടോ? കുഴപ്പമില്ല. പിന്നെ അവിടെ കണ്ടാൽ മതിയായിരുന്നു. പിന്നല്ലാണ്ട് കഷ്ടം. നമുക്ക് തിരിച്ചു വരാം. തിരഞ്ഞുപിടുത്തം 2016. ഇലക്ഷന് മുമ്പ് ചില നേതാക്കന്മാർ ഘോരഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കാണാറില്ലേ? അത്തരത്തിലൊരു പ്രസംഗം നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് കാണാം. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കേരളം ഇന്നുവരെ ദർശിച്ചില്ലാത്ത വളരെ മനോഹരമായ ഭരണമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അഴിമതിരഹിതമായ അല്ലെങ്കിൽ ജാതിമത ചിന്തയില്ലാത്ത, വർണ്ണവിവേചനങ്ങളില്ലാത്ത വളരെ മനോഹരമായ ഒരു ഭരണം നിങ്ങൾക്ക് കാഴ്ചവെക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയട്ടെ, അടുത്ത 5 വർഷം ഞാനും എൻ്റെ പാർട്ടിയും ഇവിടെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. കേരളം ഭരിച്ചിരിക്കും. കേട്ടില്ലേ? ഈ പാർട്ടിക്കാർ 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഞങ്ങൾ തോൽവിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഭരണത്തിൻ്റെ അഗാധ കേട്ടല്ലോ? തോറ്റു കഴിഞ്ഞാൽ പുള്ളി പറയുന്നതൊന്നും മനസ്സിലാകില്ല. അവസാനം ഒരു വാക്ക് പറയും, ഞങ്ങൾ ഈ തോൽവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങളല്ലേ ശരിക്കുള്ള ലോക തോൽവികൾ അല്ലേ? ഗുഡ് ബൈ.